എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മിവിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു TWS ആണ് Duopods F30 എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് ഈ ഒരു Duopods F30യുടെ വിശേഷങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ബോക്സ് നോക്കുകയാണെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് മിവിയുടെ ലോഗോയും കൂടാതെ നമ്മുടെ ഇയർബഡുകളുടെ ഫോട്ടോയും Duopods ട്രൂ വയർലെസ് ഇയർഫോൺസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജിങ് പവർഫുൾ ബേസ് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എഞ്ചിനീയർഡ് ആൻഡ് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നും പുഷ് ദ ലിമിറ്റ്സ് എന്നും ഇടതുവശത്തും വലതുവശത്തും ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പുറകിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അവരിവിടെ ഹൈലൈറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ അങ്ങോട്ട് ഞാൻ എടുത്ത് ഇപ്പോൾ പറയുന്നില്ല, കാരണം വീഡിയോയിൽ പൂർണ്ണമായും നമ്മൾ പറയുന്നത് കൊണ്ട്. ഇനി മന്ത് ആൻഡ് ഇയർ ഓഫ് മാനുഫാക്ചർ നോക്കുകയാണെങ്കിൽ August 2021, മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 2999 രൂപയാണ്. എന്നാൽ നമുക്കിപ്പോൾ വാങ്ങിക്കാൻ സാധിക്കുന്നത് 1199 രൂപയ്ക്ക് നോർമൽ റേറ്റിലും, കൂടാതെ ആ ഒരു ഓഫർ റേറ്റ് എന്ന് പറയുന്നത് 999 ആണ്. എന്തായാലും ബ്ലാക്ക് ആയാലും ബ്ലൂ ആയാലും റെഡ് ആയാലും വൈറ്റ് ആയാലും ഏത് കളറിന് നമുക്ക് ഈ ഒരു 999 അല്ലെങ്കിൽ 1199 രൂപ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് 3 കളേഴ്സ് മാത്രമേ ഉള്ളൂ, ഈ ഒരു ബ്ലാക്ക്, വൈറ്റ്, റെഡ്. അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. എന്തായാലും ഒരു പ്ലാസ്റ്റിക് റാപ്പൊക്കെ കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ലഭ്യമാകുന്നു എന്നുള്ളതാണ്. സെയിം നമ്മുടെ ആ ഒരു നെക്ക് ബാൻഡ്സിലെ അതേപോലത്തെ ഒരു സെറ്റപ്പ് തന്നെയാണ് അവരുടെ ഇയർബഡുകളിലും അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഓപ്പൺ ചെയ്യുമ്പോൾ അവരുടെ ഒരു വാറണ്ടി കാർഡ്, കൂടാതെ ഒരു വെൽക്കം ടു ദ ക്രൂ എന്നൊക്കെ പറഞ്ഞൊരു സാധനം, പിന്നെ നമ്മുടെ ഈ ഒരു യൂസർ മാനുവൽ കാണാൻ സാധിക്കും. അതിനുശേഷം ദേ ഇരിക്കുന്ന നമ്മുടെ പ്രോഡക്റ്റ്. എന്തായാലും ഒരു കവറിലൊന്നുമല്ല, നേരെ അങ്ങ് ഡയറക്റ്റ് വെച്ചിരിക്കുവാണ് ഈ ഒരു പ്രോഡക്റ്റ്. അല്ലാണ്ടുള്ള ആക്സസറീസ് നോക്കുവാണെങ്കിൽ എവിടെയൊക്കെ ഒരു ചെറിയൊരു നമ്മുടെ നോയ്സിൻ്റെ ബോക്സ് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് കാണുമ്പോഴത്തേക്ക്. ഇതേ ഒരു ടൈപ്പ് സി മിനി കേബിളും കൂടാതെ 2 ഡിഫറെൻറ്റ് സൈസസിലുള്ള ഇയർ ടിപ്സുകളാണ് നമുക്ക് എക്സ്ട്രാ ഒരു ആക്സസറീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതേ ഇരിക്കുന്നു നമ്മുടെ ഇയർബഡ്. അപ്പോൾ ആദ്യം നമുക്ക് ഫിസിക്കലി ഒന്ന് കേസ് നോക്കുവാണെങ്കിൽ ഏറ്റവും മുന്നിലായിട്ട് മിവി എന്ന് എഴുതിയിട്ടുണ്ട്, അല്ലാണ്ട് യാതൊരുവിധ എഴുത്തും കുത്തുമില്ല. മുകളിലൊരു ടൈപ്പ് സി പോർട്ടും നമുക്ക് കാണാൻ സാധിക്കും. ഒരു മാറ്റ് ഫിനിഷ്ഡ് വൈറ്റ് കളർ കേസോട് കൂടിയിട്ടാണ് നമുക്ക് ഈ 2 ഇയർബഡുകളും ലഭ്യമാകുന്നത്. പിടിച്ചൊക്കെ നോക്കുമ്പോഴേ ഒരു ചീപ്പ് ക്വാളിറ്റി എനിക്ക് എവിടെയൊക്കെയോ ഫീൽ ചെയ്യുന്നു. അതുപോലെ അത്രയ്ക്ക് സ്ട്രോങ് അല്ലാത്തൊരു ഫീൽ ഈ ഒരു കേസ് ആണെങ്കിൽ പോലും. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 999 ഒരു ഓഫർ റേറ്റ് ആണിത്. ഇതേ 999 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന മറ്റൊരു പ്രോഡക്റ്റ് ആണ് ബോട്ടിൻ്റെ എയർഡോപ്സ് 141. കൂടാതെ നോർമൽ റേറ്റ് എന്ന് പറഞ്ഞത് 1299 141നും 1199, അതായത് ജസ്റ്റ് ഒരു 100 രൂപ മാത്രമേ വ്യത്യാസമുള്ളൂ ഈ 2 പ്രോഡക്റ്റുകളും നോർമൽ റേറ്റിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ആ ഒരു ഓഫർ റേറ്റ് എന്ന് പറയുന്നത് 999 ആണ്. അപ്പോൾ നമ്മൾ മിവി വാങ്ങിക്കണമോ ബോട്ട് എയർഡോപ്സ് 141 വാങ്ങിക്കണമോ എന്നുള്ളതൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് പിടിച്ച് നോക്കിയപ്പോൾ തന്നെ എന്തായാലും ഈ 2 പ്രോഡക്റ്റുകളുടെ ഒരു കമ്പാരിസൺ ഒക്കെ ഞാൻ അടുത്ത് തന്നെ ഉണ്ടാവും. അത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് വാങ്ങിക്കണമെന്ന് കൺഫേം ചെയ്യാൻ സാധിക്കും. ഇനി ഈ ഒരു കേസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഇത് വെറും ഒരു കേസ് അല്ല, ഇതൊരു പവർ ബാങ്ക് കൂടിയാണ്. എന്നാൽ എത്ര mAh ആണ് ബാറ്ററി കപ്പാസിറ്റി ഒന്നും തന്നെ ഇവിടെ എഴുതിയിട്ടില്ല. പക്ഷേ 42 മണിക്കൂർ ടോട്ടൽ പ്ലേ ടൈമും കൂടാതെ 10 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 10 മണിക്കൂർ ആ ഒരു പ്ലേ ടൈം ലഭ്യമാകുമെന്നും കമ്പനി പറയുന്നുണ്ട്. ഈവൻ ആ ഒരു സിംഗിൾ ചാർജിലെ നമുക്ക് എത്ര മണിക്കൂർ കിട്ടുമെന്ന് പോലും അവരോട് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതൊക്കെ സത്യം പറഞ്ഞാൽ നല്ലൊരു ഡ്രോബാക്ക് ആണ്. ഇനി ഈ ഒരു കേസ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഇയർബഡ് ഇവിടെ ഇരിപ്പുണ്ട്. LED ഇൻഡിക്കേറ്റേഴ്സ് കാണാം. ഈ LED ഇൻഡിക്കേറ്റേഴ്സ് നമ്മുടെ കേസിൽ എത്ര ബാറ്ററി പെർസെൻറ്റേജ് ഉണ്ടെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ഇനി ഇയർബഡുകൾ നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈനാണ്, അതിൽ യാതൊരുവിധ സംശയവുമില്ല. പെർഫെക്റ്റ് ഒരു ലുക്കാണ്, ഒരു പ്രീമിയം ഒരു ടച്ചൊക്കെ ഉണ്ട് ഈ ഒരു ഡിസൈനിൽ. എന്നാൽ ആ ഒരു സ്റ്റെം മാറ്റ് ഫിനിഷ്ഡ്, കൂടാതെ ഒരു ഇയർബഡുകളുടെ ആ ഒരു ഹെഡ് എന്ന് പറയുന്നത് ഒരു ഗ്ലോസി ഫിനിഷ്ഡോട് കൂടിയിട്ട് ഒരു ഡ്യുവൽ ടോണോട് കൂടിയാണ് ലഭ്യമാകുന്നത്. ഇയർബഡുകളും ആ ഒരു പക്ക വൈറ്റ് തന്നെയാണ്, പ്യൂർലി വൈറ്റ് കളറോട് കൂടിയിട്ടാണ് ഈ ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുന്നത്. ചെവിയിലേക്ക് വെക്കാനും വേറെ പ്രശ്നമൊന്നുമില്ല, നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ലുക്കൊക്കെ ആണെങ്കിലും പെർഫെക്റ്റ് ആണ്. നമ്മുടെ ചെവിയിലൊക്കെ വെച്ചുകൊണ്ട് പോകുന്നത് കാണാനും ഒക്കെ നല്ല രസമുണ്ട്. 13mm ഡൈനാമിക് ബേസ് ബൂസ്റ്റഡ് ഡ്രൈവേഴ്സ് ആണ് ഈ 2 ഇയർബഡുകളുടെയും കൂടെ നമുക്ക് ലഭ്യമാകുന്നത്. അതേപോലെ തന്നെ ഏറ്റവും പിറകിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ അവരുടെ മിവി എന്ന ലോഗോ ഉണ്ട്. തൊട്ട് മുകളിലാണ് ഈ ഒരു ഇയർബഡിന്റെ ഡ്രൈവറിന്റെ തൊട്ട് പിറകിലുള്ള ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ടച്ച് കൺട്രോൾസ് എന്ന് പറയുന്നത്. ടച്ച് കൺട്രോൾസിനെ കുറിച്ച് പറയുവാണെങ്കിൽ ജസ്റ്റ് ഒരു 1 ടാപ്പിൽ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ ഡബിൾ ടാപ്പ് നമ്മൾ ചെയ്യുവാണെങ്കിൽ റൈറ്റിൽ ചെയ്യുവാണെങ്കിൽ വോളിയം അപ്പ് ആവും,
ലെഫ്റ്റിൽ ചെയ്യുവാണെങ്കിൽ വോളിയം ഡൗൺ ആവും. കൂടാതെ ഈ ഒരു ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പോവും. അതേപോലെ തന്നെ ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ പ്രീവിയസിലേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു ബേസിക് ടച്ച് കൺട്രോൾസിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.0 ആണ്. അതേപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് 10 മീറ്ററുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പൊതുവെ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് ബേസിക് ആയിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി മൈക്ക് ക്വാളിറ്റി അതുപോലെ തന്നെ മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിവി ഡിയോപോഡ്സ് F30 നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഫാൻ അത്യാവശ്യം നല്ല സൗണ്ടോട് കൂടിയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് എന്റെ വോയിസ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, അതായത് ആ ഒരു ഔട്ട്പുട്ട് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിച്ചാൽ അത് ടോക്കിംഗ് പർപ്പസിന് ബെറ്റർ ആണോ എന്നൊക്കെ തന്നെ ഈ ഒരു ഓഡിയോ സാമ്പിളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. എന്തായാലും ഞാൻ ആക്ച്വലി ഈ ഒരു സാമ്പിൾ കേട്ടിട്ടില്ല, അതായത് മൈക്ക് ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ല. ആദ്യമായിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്താണ് ഈ ഒരു മൈക്ക് യൂസ് ചെയ്തുകൊണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഈ ഒരു പെർഫെക്റ്റ് ആണോ മൈക്ക് ഇതിൽ നിന്നും ലഭ്യമാകുന്നത്? എന്തായാലും നിങ്ങൾ ടോക്കിംഗ് പർപ്പസിന് വാങ്ങിക്കുന്നെങ്കിൽ ഇതായിരിക്കും ഈ ഒരു പ്രോഡക്റ്റിൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റി. ഇനി മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ മോണോ ടൈപ്പ് ആണ് ആക്ച്വലി ഇതിനകത്ത് കുറച്ച് കൂടുതൽ ഡോമിനേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ ബേസ് ബൂസ്റ്റഡ് ഡ്രൈവേഴ്സ് എന്നൊക്കെ പറയുന്നെങ്കിലും ഭയങ്കര ഒരു ബേസ് നമുക്ക് ലഭ്യമാകില്ല. എന്നാലും കുഴപ്പമില്ലാത്ത അത്യാവശ്യം ബേസ് ഉണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിൽ എനിക്ക്, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ, ആ ഒരു ടാറിന്റെ പാട്ട ഉണ്ടല്ലോ, നമ്മുടെ റോഡ് ശരിയാക്കാനൊക്കെ പോകുമ്പോഴത്തേക്ക് കീലിട്ട് വയ്ക്കുന്ന ടാറ്, ആ പാട്ടയിൽ നമ്മൾ ഒരു സൈഡ് അടിച്ചാൽ എങ്ങനെയായിരിക്കും സൗണ്ട് കേൾക്കുക, ആ സെയിം ഫീലാണ് എനിക്ക് ഇവിടെ കിട്ടിയെന്നുള്ളതാണ്. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ സ്റ്റീരിയോ ഒരു ഭയങ്കര ഡോമിനേറ്റഡ് അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു മോണോ ഡോമിനേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു പാട്ടുകളൊന്നും നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. എന്നാൽ നിങ്ങളൊരു ബേസ് ലവർ ആണെങ്കിൽ അങ്ങനെയുള്ള പാട്ടുകളും കൂടുതലൊന്നും ഇതിൽ എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ നിങ്ങൾക്കൊരു ബജറ്റ് ഒരു പ്രോഡക്റ്റ് വേണം, എന്നാൽ മിവിയുടെ തന്നെ വേണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു പ്രോഡക്റ്റ് മാത്രമാണ് ഡിയോപോഡ്സ് F30 എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. പിന്നെ ഗെയിം കളിച്ചപ്പോഴും ലോ ലേറ്റൻസി എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഗെയിം കളിക്കാനൊക്കെ വാങ്ങിച്ചാലും നിങ്ങൾക്ക് പ്രശ്നമൊക്കെ ഉണ്ടാവും. എന്തായാലും ഈ ഒരു ഗെയിം ടെസ്റ്റ്, മൈക്ക് ക്വാളിറ്റി ടെസ്റ്റ്, വീഡിയോ ടെസ്റ്റ് എല്ലാം കൂടി വെച്ചിട്ട് അടുത്തൊരു വീഡിയോ ഉണ്ടാവും. അതുകൂടി കാണുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കണമോ വേണ്ടയോ എന്നുള്ളൊരു ഡിസിഷൻ കുറച്ചുകൂടി ഈസി ആയിട്ട് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഞാൻ വീണ്ടും പറയുവാണ്, ആ ഒരു മ്യൂസിക് ക്വാളിറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ ആ ഒരു മിവിയുടെ പ്രോഡക്റ്റ് വേണം 999 റുപ്പീസിന്, 1200 രൂപയ്ക്കൊന്നും ഇത് വರ್ತല്ല കേട്ടോ, അത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 1000 രൂപയ്ക്കുള്ളൊരു മിവിയുടെ പ്രോഡക്റ്റ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം, ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാത്രം ഈ ഒരു പ്രോഡക്റ്റിലേക്ക് പോവുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു 1 for 1 ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഈ രണ്ട് പ്രോഡക്റ്റുകളുടെ ഒരു കമ്പാരിസൺ വീഡിയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഇത്ര മാത്രമേ എനിക്ക് ഒരു ഡിയോപോഡ്സ് F30 കുറിച്ച് പറയാനുള്ളൂ. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു കാര്യം നമ്മുടെ വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അത് എനിക്കും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്കും ഉപയോഗപ്രദമാകും എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടായി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.